ഇഫ്താറിന് വെറൈറ്റി ആയിട്ടൊരു ഡ്രിങ്ക് ഐറ്റം ട്രൈ ചെയ്താലോ? റംസാൻ സ്റ്റാർട്ട് ചെയ്ത് ഇത്ര ദിവസമായിട്ടും നമ്മൾ സ്നാക്ക് ഐറ്റം മാത്രമല്ലേ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇന്നൊരു ഡ്രിങ്ക് ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം. കസ്റ്റാർഡ് പൗഡറും പാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സും വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ പാലിലേക്ക് പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത് ഷുഗറിന് വേണ്ടിയിട്ട്. പകരം നിങ്ങൾക്ക് ഹെൽത്തിയർ വേർഷനാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു പക്ഷേ കസ്റ്റാർഡ് പൗഡർ എല്ലാ വീട്ടിലും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല, പൊതുവേ നല്ല സാധ്യത വളരെ കുറവാണ്. പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ യൂസ് ചെയ്തിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി യൂസ് ചെയ്തിട്ടും ഇത് ഉണ്ടാക്കി നോക്കാം, ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ടിട്ട് പാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കസ്റ്റാർഡ് പൗഡർ ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാകാക്കി എടുക്കുന്നതായിരിക്കും ബെറ്റർ. കുറേ കസ്റ്റാർഡ് പൗഡർ ഉപയോഗിക്കാണ്ട് നോക്കുക, കാരണം എന്താ വെച്ചിട്ടാണെങ്കിൽ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും നല്ലത്, കാരണം നമ്മൾ ഡ്രിങ്ക് ആയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. ഇത് പാകമായ ശേഷം ഒരു 4-5 മിനിറ്റ് അതിനുള്ളിൽ തന്നെ അത് സെറ്റായിട്ട് കിട്ടും. ശേഷം ഇത് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് എത്തുന്ന വരെ പുറത്ത് വെക്കാം. ശേഷം ഒന്ന് തണുപ്പിച്ചെടുക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട്. നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഫ്രൂട്ട്സും കസ്കസൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ചിയ സീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് കസ്കസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.